ഹായ് എവരി വൺ, ഹാർട്ടി വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് ഇഡിയംസ് ആണ്. ഇത് കുറേയൊക്കെ തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. കുറച്ച് പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് ഇഡിയംസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് റെഡി ആയിരിക്കാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അറ്റ് എ പോയിന്റ് വെർ വി കനോട്ട് അൺഡു സംതിങ്, അൺഡു ചെയ്യാനായിട്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ, അല്ലെ? അങ്ങനെയുള്ള അതിന് പറയുന്ന ഇഡിയം അതാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ. പോയിന്റ് ഓഫ് നോ റിട്ടേൺ, അതായത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകാൻ സാധിക്കാത്ത ഒരു പെർട്ടിക്കുലർ പോയിന്റ്. അവിടെ വെച്ച് നമുക്ക് വേറെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. സം സയന്റിസ്റ്റ് സേ ദാറ്റ് ദ പ്രോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഹാസ് റീച്ച്ഡ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. സം സയന്റിസ്റ്റ് സേ, കുറെ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ വാർമിംഗ്, അതായത് ആഗോള താപനം എന്ന് പറയുന്ന ആ പ്രക്രിയ അത് കടന്നു പോയി കഴിഞ്ഞു. ഇനി പണ്ടത്തെ ഒരു അവസ്ഥയിലേക്ക്, അതായത് നമുക്ക് പണ്ടത്തെ ആ ഒരു അവസ്ഥ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം രമ കെയിം ടു നോ ദാറ്റ് ഷീ ഹാഡ് കം ടു ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അതായത് ആ സമയത്താണ് രമക്ക് മനസ്സിലായത് അവള് ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്തി എന്നുള്ളത്. Once the contract is signed, we have come to the point of no return. Once the contract is signed, we have come to the point of no return. അതായത് നമ്മൾ ഒരിക്കലും ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കുകയില്ല. അതാണ് once the contract is signed, we have come to the point of no return. അടുത്തൊരു ഫ്രേസ് ആണ്, നിങ്ങൾക്കിവിടെ നല്ല പ്രൊഡക്റ്റീവായിട്ട് തുടരണോ അല്ലെങ്കിൽ അത് വിട്ടുപോകണോ എന്നൊക്കെ ചോദിക്കൂലേ. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണോ അല്ലെങ്കിൽ ഇവിടത്തെ പണി നിർത്തി പോകണോ എന്നുള്ള രീതിയിൽ ചോദിക്കൂലേ. അതിനുപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഫിഷ് ഓർ കട്ട് ബെയ്റ്റ്. ഫിഷ് ഓർ കട്ട് ബെയ്റ്റ്. അപ്പൊ ഫിഷ് ഓർ കട്ട് ബെയ്റ്റ് എന്നത് സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. Mohan, you have to decide what you will do about your job. Mohan, you have to decide what you will do about your job. To fish or to cut bait. ഇതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്? മോഹൻ, നിനക്ക് നിന്റെ ജോലിയെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ ജോലിയിൽ തുടരണമോ അതോ വിട്ടുപോകണമോ. നിനക്ക് നിന്റെ ജോലിയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് തുടരാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണമോ എന്നാണ് ഇതിന്റെ അർത്ഥം. മോഹൻ, യു ഹാവ് ടു ഡിസൈഡ് വാട്ട് യു വിൽ ഡു അബൌട്ട് യുവർ ജോബ്. ടു ഫിഷ് ഓർ ടു കട്ട് ബെയ്റ്റ്. അടുത്ത സെന്റൻസ് നോക്കാം. അതായത് അടുത്തത്, ഒരു മാരീഡ് ലൈഫിൽ ഇതുപോലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് തുടരണമോ അല്ലെങ്കിൽ അത് നിർത്തി ഡിവോഴ്സ് ചെയ്ത് പോകണമോ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കും? ഡു യു വിഷ് ടു ഫിഷ് ഓർ കട്ട് ബെയ്റ്റ് ഇൻ ദിസ് മാരീഡ് ലൈഫ്? ഡു യു വിഷ് ടു ഫിഷ് ഓർ കട്ട് ബെയ്റ്റ് ഇൻ ദിസ് മാരീഡ് ലൈഫ്? ഷീ സീംസ് ടു hate to stay in that house. Tell her to fish or cut bait. She seems to hate to stay in that house. Tell her to fish or cut the bait. എന്ന് പറഞ്ഞാല് അവൾക്ക് ആ വീട്ടിൽ താമസിക്കുന്നത് കുറച്ച് വിഷമമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവളോട് അവിടെ താമസം ഒന്നില്ലെങ്കിൽ തുടരുക അല്ലെങ്കിൽ ആ താമസം ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുക. ഓക്കെ, അവളോട് പറയുക ഒന്നുകിൽ അവിടെ താമസം തുടരുക അല്ലെങ്കിൽ അവിടുത്തെ താമസം ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോവുക. ഇതാണ് ഷീ സീംസ് ടു ഹേറ്റ്
to stay in that house. Tell her to fish or cut bait. Argue the toss. Argue the toss എന്ന് പറഞ്ഞാല് അതിനർത്ഥം ഡിസഗ്രി, വിയോജിപ്പ്, അല്ല നമ്മൾ വിയോജിക്കുന്ന ആ ഒരു ഇതിനെയാണ് ആർഗ്യൂ ദ ടോസ് എന്ന് പറയുന്നത്. Whatever we suggest, he will always argue the toss. Whatever we suggest, he will always argue the toss എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്ത് നിർദ്ദേശിച്ചാലും അവൻ അതിനെ ഡിസഗ്രി ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് നല്ല കാര്യം നിർദ്ദേശിച്ചാൽ, അത് എന്ത് കാര്യം നിർദ്ദേശിച്ചാലും അവൻ അതിനായിട്ട്, അതായത് അതിനോട് വിയോജിപ്പ് കാണിക്കും എന്നാണ് ഇതിനർത്ഥം. ഷീ ഈസ് റിയലി എ സക്സസ്ഫുൾ പേഴ്സൺ. യു ക്യാൻറ്റ് ആർഗ്യൂ ദ ടോസ്. ഷീ ഈസ് റിയലി എ സക്സസ്ഫുൾ പേഴ്സൺ. യു ക്യാൻറ്റ് ആർഗ്യൂ ദ ടോസ് എന്ന് പറഞ്ഞാല് അവൾ എന്ത് കാര്യത്തിലും വിജയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം. ഇനി പെട്ടെന്ന് അധികം ചിന്തിക്കാതെ എളുപ്പത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിനെയാണ് നോ ബ്രെയിനർ എന്ന് പറയുന്നത്. ഓക്കെ, നോ ബ്രെയിനർ അതായത് പെട്ടെന്ന് ഈസി ആയിട്ട് അധികം ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനം, നോ ബ്രെയിനർ. ഇറ്റ് ഈസ് റിയലി എ നോ ബ്രെയിനർ മാറ്റർ. ഇറ്റ് ഈസ് റിയലി എ നോ ബ്രെയിനർ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ അധികം ചിന്തിക്കുക, ഈ മാറ്റർ, ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ചിന്തിക്കാതെ എളുപ്പത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് ഇറ്റ് ഈസ് റിയലി എ നോ ബ്രെയിനർ മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. ദി എലക്ഷൻ ഓഫ് ദ ലീഡർ സീംഡ് നോ ബ്രെയിനർ. ദി എലക്ഷൻ ഓഫ് ദ ലീഡർ സീംഡ് നോ ബ്രെയിനർ എന്ന് പറഞ്ഞാല് അവര് ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് അധികം ചിന്തയില്ലാതെ പെട്ടെന്ന് നടത്തിയതായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, പെട്ടെന്ന് ഈസി ആയിട്ട് തീരുമാനങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം ആലോചിച്ച്, 2 പ്രാവശ്യം ആലോചിച്ച്, അങ്ങനെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് നിൽക്കും. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഹാവ് സെക്കൻഡ് തോട്ട്സ്, അതായത് വീണ്ടും രണ്ടാമതൊരു ചിന്ത. അപ്പൊ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ പറയുന്നത് ഹാവ് സെക്കൻഡ് തോട്ട്സ്. ആഫ്റ്റർ ടോക്കിംഗ് ടു ദ മാനേജർ, Sarah started having second thoughts about that job offer. Okay. After talking to the manager, Sarah started having second thoughts about the job offer. മാനേജറിനോട് സംസാരിച്ചതിന് ശേഷം ഈ ജോബ് ഓഫറിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് സാറയ്ക്ക് ബുദ്ധിമുട്ടായി എന്നാണ് ഇതിനർത്ഥം. Have second thoughts about marrying this person. Have second thoughts about marrying this person. അതായത് ഈ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അത് പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല, കുറച്ച് സമയമെടുത്ത് കുറച്ച് നന്നായിട്ട് ചിന്തിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഹാവ് സെക്കൻഡ് തോട്ട്സ്. ഏറ്റവും ലാസ്റ്റ് ഇഡിയമാണ് സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് അതായത് ഒന്നിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാതെ ന്യൂട്രൽ ആയിട്ട്, അതായത് നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല, അതിന്റെ രണ്ടിനെയും നടുക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഇവിടെ പറയുന്ന സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ. They criticized the president for sitting on the fence. They criticized the president for sitting on the fence എന്ന് വെച്ചാൽ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്, പക്ഷെ പ്രസിഡന്റ് ഒരു തീരുമാനങ്ങളും കൃത്യമായിട്ട് എടുക്കുന്നില്ല, നല്ലതിനും ഇല്ല ചീത്തതിനും ഇല്ല, അങ്ങനെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിമർശിച്ചു. അപ്പൊ അതാണ് they criticized the president for sitting on the fence. You can't sit on the fence any longer. നിനക്കിനി അധികം നാള് ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നല്ലതിനും ഇല്ല ചീത്തതിനും ഇല്ലാത്ത രീതിയിൽ സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. അതാണ് യു ക്യാൻറ്റ് സിറ്റ് ഓൺ ദ ഫെൻസ് എനി ലോങ്ങർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് പഠിച്ചു. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരിക, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.